എങ്ങനെ നമുക്ക് വളരെ ഫാസ്റ്റായി സ്പീഡിൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം? സ്പീഡായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെങ്കിൽ കൂൾ ഓഫ് ടൈം മുതൽ നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് മനസ്സിലാക്കണം. ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം. സ്പീഡായി ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടതിന് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അറിയാവുന്ന ക്വസ്റ്റ്യൻസിന് ആദ്യം ആൻസർ എഴുതണം. അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തതിന് ശേഷം മാത്രം അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ആലോചിക്കുക. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, അങ്ങനെ ഇടയ്ക്കിടയ്ക്കെന്ന് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാമോ? എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. 1 മുതൽ തുടങ്ങി എഴുതാം, അല്ലെങ്കിൽ ലാസ്റ്റിൽ നിന്ന് തുടങ്ങാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഏതാണോ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ടിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, മാർക്ക് അനുസരിച്ച് ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ എത്ര മാർക്കിനാണെന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കണം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 സെൻറ്റൻസ് അല്ലെങ്കിൽ 1 വേർഡ് മതിയാവും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 സെൻറ്റൻസ് അല്ലെങ്കിൽ 3 സെൻറ്റൻസ് മതിയാകും. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹാഫ് പേജ്, അര പേജ് എഴുതിയാൽ മതിയാകും. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാമായിരിക്കും, എങ്കിലും അത്രയും എഴുതി നിങ്ങൾ ലിമിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള സമയം കിട്ടില്ല. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 പേജ് മതിയാകും, ഒരു പേപ്പറിൻ്റെ ഒരു സൈഡ്. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം 2 പേജ് മതിയാകും. മൂന്നാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യേണ്ട, വളരെ ഫാസ്റ്റായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആൻഡ് ദ സീക്രട്ട് ബിഹൈൻഡ് ദ സ്പീഡ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഗ്രാമർ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമ്പോൾ ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ആ വേർഡ് മാത്രം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എഴുതിയാൽ മതിയാകും. അല്ലാതെ എഡിറ്റ് ദ പാസേജിന് ആ മുഴുവൻ പാസേജും എഴുതി വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഒരു കാര്യം കൂടെ, നിങ്ങൾ പ്രീ പ്ലാൻഡായി പോവുക. 8 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ 10 മിനിറ്റിനകത്ത് എഴുതി തീർക്കുക. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ 5 മിനിറ്റ്സ് കൊണ്ട് എഴുതി തീർക്കാൻ ശ്രമിക്കുക. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ 3 മിനിറ്റ് കൊണ്ട് എഴുതുക. 1 മാർക്സ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ ഫാസ്റ്റായിട്ട് എഴുതുക. ഞാൻ ഈ പറഞ്ഞത് +1 +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ടൈമിംഗ് ആണ്. വളരെ ഫാസ്റ്റായി ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ 3 കാര്യങ്ങൾ. 1, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യുക. 2, മാർക്ക് അനുസരിച്ച് ആൻസർ ചെയ്യുക. 3, ആൻസേഴ്സ് നല്ലവണ്ണം നേരത്തെ പഠിച്ചു വയ്ക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ ബൈ.